ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 2 പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. CPM നേതാക്കളായ 10-ാം പ്രതി കെ കൃഷ്ണൻ, 12-ാം പ്രതി ജ്യോതി ബാബു എന്നിവരാണ് മാറാട് പ്രത്യേക കോടതിയിൽ ഹാജരായത്. ജ്യോതി ബാബു എത്തിയത് ആംബുലൻസിലായിരുന്നു. 10-12 പ്രതികൾ ഇന്ന് കോഴിക്കോട് മാറാട് സ്പെഷ്യൽ കോടതി മുമ്പാകെ ഹാജരായിട്ടുണ്ട്. ഉത്തരവ് പ്രകാരം 26-ാം തീയതി രാവിലെ 10:15 മണിക്ക് കേരള ഹൈക്കോടതി മുമ്പാകെ വിചാരണ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്ക് വേണ്ടി ഹാജരാക്കാനാണ് നിർദ്ദേശം. രാഹുൽ കെ വി ഉണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരമുള്ള കീഴടങ്ങൽ, മറ്റ് നടപടിക്രമങ്ങൾ എന്താണ്? ഇതിൽ ഒരു പ്രതിയുടെ ആരോഗ്യം അവസ്ഥ അത് കോടതിയെ അറിയിച്ചുവോ? തുടർ നടപടികളൊക്കെ എങ്ങനെ? പ്രജീഷ, ഈ 2 പ്രതികളുടെയും വൈദ്യപരിശോധന ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പുരോഗമിച്ചു വരികയാണ്. അതായത് കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി പ്രതികളുടെ വൈദ്യപരിശോധന നടത്തി വരികയാണ്. 10-ാം പ്രതി കെ കൃഷ്ണൻ, അതുപോലെ 12-ാം പ്രതി ജ്യോതി ബാബു എന്നിവരാണ് അല്പസമയം മുമ്പ് മാറാട് പ്രത്യേക കോടതിയിലെത്തി കീഴടങ്ങിയത്. ഈ കാണുന്ന ഈ ആംബുലൻസിലാണ് 12-ാം പ്രതിയായ ജ്യോതി ബാബു എത്തിയത്. അതായത് 2 പേരും കോടതിയെ അറിയിച്ചത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട്, വിദഗ്ധ ചികിത്സ വേണം എന്ന് തന്നെയാണ്. അതായത് 24-ന് ഡയാലിസിസ് ഉൾപ്പെടെ ചെയ്യാനുണ്ട് എന്നാണ് ജ്യോതി ബാബു കോടതിയെ അറിയിച്ചത്. അതുപോലെ കെ കൃഷ്ണൻ കോടതിയെ അറിയിച്ചത് ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ട്, വിദഗ്ധ ചികിത്സ ആവശ്യമായി വരികയാണ്. അപ്പോൾ അത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആംബുലൻസിൽ വന്നത് എന്നാണ് ജ്യോതി ബാബു കോടതിയെ അറിയിച്ചത്. എന്തായാലും വിചാരണ കോടതിയുടെ വിധി റദ്ദ് ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഈ 2 പ്രതികളെയും കുറ്റക്കാരാണ് എന്ന് കഴിഞ്ഞ ദിവസം വിധിച്ചത്. അതായത് TP കേസിലാകെ 36 പ്രതികൾ, ഇതിൽ 12 പേരെ നേരത്തെ തന്നെ കോടതി ശിക്ഷിക്കുകയും 24 പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെതിരെ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ കെ രമ നൽകിയ ഹർജി, അതിലാണ് പരിഗണിച്ചുകൊണ്ടാണ് ഈ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ 2 പേരും ബീച്ച് മാറാട് പ്രത്യേക കോടതിയിലെത്തി കീഴടങ്ങിയാണ് ഉണ്ടായത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. അതിനു മുൻപായി ഇപ്പോൾ വൈദ്യപരിശോധന നടത്തി വരുന്നു. എന്തായാലും പ്രധാനമായും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് 2 പേരും ചൂണ്ടിക്കാട്ടിയത്. ഞാൻ ഒരിക്കൽ കൂടി ആണ് ആവർത്തിക്കുന്നത്. കെ കൃഷ്ണൻ കോടതിയോട് പറഞ്ഞത് ബൈപ്പാസ് സർജറി കഴിഞ്ഞ അവസ്ഥയിലാണ്, അതിൻ്റെ ചികിത്സ പുരോഗമിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് എന്നതാണ്. അതുപോലെ ജ്യോതി ബാബു പറഞ്ഞത് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ഉൾപ്പെടെ ചെയ്തു വരികയാണ്, 24-ന് വീണ്ടും ഡയാലിസിസ് ചെയ്യാനുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി അറിയിച്ചത്. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്. TP കേസിലെ 2 പ്രതികൾ കോടതിയിൽ കീഴടങ്ങി.